കഷ്ടപ്പാടുകൾക്കിടയിലെ സമാധാനം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 16 അധ്യായം 33 വാക്യം. യേശുവിൻ്റെ ഈ ശക്തമായ വാക്കുകൾ ശിഷ്യന്മാരെ ഒരുക്കുകയായിരുന്നു. അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ ഉദ്ദേശിച്ച് ഉള്ള വാക്കുകളായിരുന്നു ഇത്. യേശു അവരോട് സത്യം മറച്ചു വെച്ചില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടാകും. കഷ്ടപ്പാടുകളും പരീക്ഷകളും സമ്മർദ്ദങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ യേശു അതിലും വലിയതൊന്ന് വാഗ്ദത്തം ചെയ്യുന്നു: ക്രിസ്തുവിലുള്ള സമാധാനം. ഈ സമാധാനം കഷ്ടപ്പാടുകളുടെ അഭാവമല്ല, മറിച്ച് കഷ്ടപ്പാടുകളിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. അത് ഭേദം വന്ന സാഹചര്യങ്ങളിലല്ല, മറിച്ച് വിജയം നേടിയ ഒരു രക്ഷകനിലാണ് വേരൂന്നിയിരിക്കുന്നത്. യേശു പറയുന്നത് ധൈര്യമായിരിക്കുക. കഷ്ടപ്പാടുകൾക്ക് മുൻപിൽ ധീരമായ ഒരു കൽപ്പന. കാരണം യേശു ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു നമുക്ക് നൽകുന്ന വിജയം തന്നിൽ മാത്രം ഒതുക്കുകയല്ല, തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു. ഈ വാഗ്ദത്തം റോമർക്കെഴുതിയ ലേഖനം 8 അധ്യായം 37 വാക്യത്തിൽ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ക്രിസ്തുവിലൂടെ വിശ്വാസികൾ കഷ്ടപ്പാടുകൾ അതിജീവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സമാധാനത്തോടെയും പ്രത്യാശയോടെയും വിജയത്തോടെയും നാം അതിനു മുകളിൽ ഉയർച്ച പ്രാപിക്കുന്നു. ചുറ്റുപാടുമുള്ള അരാജകത്വത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. യേശു പാപത്തെയും രോഗത്തെയും ശാപത്തെയും ഭയത്തെയും മരണത്തെയും കീഴടക്കിയിരിക്കുന്നു. നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ തൻ്റെ സമാധാനം നമ്മുടെ നങ്കൂരമായി മാറുന്നു. യേശുവിൻ്റെ വിജയം നമ്മുടെ സാക്ഷ്യവുമായി മാറുന്നു. ഓരോ പോരാട്ടത്തിലും ഭാരത്തിലും ഓർക്കുക, യേശു സകലവും ജയിച്ചവനാണ്. അവനിൽ നിങ്ങളും ജയിക്കും. യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.